ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വേൾഡ്. എൻ്റെ പേര് വെച്ച്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതും എന്താണെന്ന് വെച്ചാൽ ഒരു ക്വീൻ്റെ ക്രൗൺ ആണ്. പെമ്പിൾസ് വെച്ചാണ് ഒരു ക്വീൻ്റെ ക്രൗൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് കാർഡ്ബോർഡ് നമുക്കിഷ്ടമുള്ള അളവിലെടുക്കാം. ഫ്ലെക്സ് ക്യൂക്ക് പെമ്പിൾസ് ഒട്ടിച്ചു കൊടുക്കാനാണ്. സ്റ്റിക്കി സ്പോഞ്ച് ഇല്ലെങ്കിൽ സാധാ സ്പോഞ്ച് കളർ ചെയ്യാനാണ്. കാർഡ്ബോർഡിൽ കളർ ചെയ്യാനാണ്. ഗ്ലാസ് മാർക്കിംഗ്, വൈറ്റ് പെൻസില്, പെബിൾസിന് ഇവിടെ 2 കളറാണ് എടുത്തേക്കുന്നത്. ഒരെണ്ണം ഡാർക്ക് ഗ്രീനും പിന്നെ വൈറ്റ് കുറച്ചും കൂടി ചെറുതും ഡാർക്ക് ഗ്രീൻ കുറച്ചും കൂടി വലുതുമാണ്. ബോർഡേഴ്സിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാനാണ് ഡാർക്ക് ഗ്രീൻ. വൈറ്റ് പെബിൾസ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനെങ്കിൽ മറ്റേ ലാമിനേറ്റ് ചെയ്ത ഫ്രെയിം ഉണ്ടാക്കിയ വീഡിയോയിൽ ഞാൻ ഈ ഒരു പെബിൾസാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇത് മെറ്റാലിക് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് ഞാൻ കാർഡ്ബോർഡിൽ സ്റ്റിക്കി സ്പോഞ്ച് വെച്ച് അടിച്ചു കൊടുക്കാൻ പോവാണ്. സ്റ്റിക്കി സ്പോഞ്ച് സാധാ സ്പോഞ്ചും ഇല്ലെങ്കിൽ സാധാ ബ്രഷ് വെച്ച് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ കാർഡ്ബോർഡ് നല്ല രീതിയിൽ തന്നെ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു കൊട്ടും കൂടി കൊടുക്കാം. ഇനി നമ്മൾ പെബിൾസ് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. നമുക്ക് ബോർഡേഴ്സിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻട്രലായിട്ട് ക്രൗൺ വരച്ചു കൊടുക്കാം. വലിയ ക്രൗൺ വേണമെങ്കിൽ വലിയ ക്രൗൺ വരച്ചു കൊടുക്കാം. ചെറിയ ക്രൗൺ വേണമെങ്കിൽ ചെറിയ ക്രൗൺ വരച്ചു കൊടുക്കാം. ഇനി അപ്പുറം ഇപ്പുറം ഒരു പോയിൻ്റ് ഇട്ടിട്ട് വളച്ച് വരയ്ക്കുക. ഇനി താഴെ നിന്ന് മുകളിലോട്ട് വരച്ചു കൊടുക്കുക 2 സൈഡും. അപ്പുറത്തും വരയ്ക്കുന്ന വരെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടല്ല വരയ്ക്കുന്നത്. ഞാനെങ്കിൽ ചെറുതായിട്ടൊന്ന് ചരിച്ചാണ് വരച്ചേക്കുന്നത്. എനിക്ക് സ്കെയിലൊന്നും കിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഈ സൈഡിൽ നിന്ന് താരോട്ട് വരയ്ക്കണം. ഈ വീഡിയോയിൽ കാണുന്ന കണക്ക് തന്നെ താരോട്ട് വരയ്ക്കണം കുറച്ച്. അവിടുന്ന് പിന്നീട് മുകളിൽ നിന്ന് പിന്നെ വീണ്ടും താരോട്ട്, പിന്നീട് മുകളിലോട്ട്. കണ്ടോ? ഇതേ കണക്ക്. ഈ നടുക്കത്തത് ഇച്ചിരി ഉയർന്നു നിൽക്കണം. ഇനി നമുക്ക് പെബിൾസ് ഒട്ടിച്ചു കൊടുക്കാം. വൈറ്റ് പെബിൾസ്. ഞാൻ ഇവിടെ വൈറ്റ് പെബിൾസാണ് എടുത്തേക്കുന്നത്. ഞാനാണെങ്കിൽ ഇങ്ങനെ ഓരോന്നും വെച്ച് നോക്കിയതിന് ശേഷമാണ് ഒട്ടിച്ചൊട്ടിച്ച് ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുന്നത്. ഇത് ഒട്ടിച്ചൊട്ടിച്ച് വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ബാക്ക്ഗ്രൗണ്ട് റെഡ് കളറും അല്ലായിരുന്നെങ്കിൽ
കുറച്ചും കൂടി ഭംഗിയായിരുന്നു. പക്ഷേ ഇത് കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ട്. എൻ്റെ ആർട്ടല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുട്ടി ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. അപ്പം ബൈ ബൈ.